മലപ്പുറം തിരൂരിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥ തൃശൂർ ചേർപ്പിൽ നിന്ന് ആരംഭിച്ചു. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വിനോദ് കുമാർ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ചത്. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ പതാക ജാഥ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറിയുമായ നിസാർ കോയപറമ്പലിന് കൈമാറിയതോടെയാണ് പതാക ജാഥയ്ക്ക് തുടക്കമായത്. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA തൃശൂർ ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ്, ജില്ലാ ട്രഷറർ ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രയാണം ആരംഭിച്ച പതാക ജാഥയ്ക്ക് തൃശൂർ നഗരത്തിൽ സ്വീകരണം നൽകി. തൃശൂർ ടൗൺ, മണ്ണുത്തി, തൃപ്രയാർ മേഖലകളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ COA മുൻ ജില്ലാ സെക്രട്ടറി P ആന്റണി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റുകൾക്കെതിരായി ജനകീയ ബദലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ ചേർത്ത് വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് COA എന്നും ആഗോള കുത്തക കമ്പനികളുമായി മത്സരിക്കുന്ന കമ്പനിയായി KCCL മാറിക്കഴിഞ്ഞുവെന്നും സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥ ക്യാപ്റ്റൻ നിസാർ കോയപറമ്പിൽ പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജോയിന്റ് സെക്രട്ടറി ജോർജ് ലിയോ, PP സുരേഷ് കുമാർ, രജനീഷ്, KV രാജൻ, CG ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ പ്രതിനിധികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പതാക ജാഥയിലും സ്വീകരണ സമ്മേളനത്തിലും പങ്കെടുത്തു. വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പതാക ജാഥ സമ്മേളന നഗരിയായ തിരൂരിൽ എത്തിച്ചേരും. 28, 29, 30 തീയതികളിലായി മലപ്പുറം തിരൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.